മുംബൈയിൽ. കാരണം ഇപ്പോൾ 6 പേര് കുറ്റക്കാരാണെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ ചെയ്തത് എന്താണെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാവും. നമ്മൾ വിശ്വസിച്ചിരുന്നത് എട്ടാം സ്ഥാനത്തുള്ള ദിലീപ് എന്ന ആള് ഈ കൃത്യം ചെയ്യില്ല, അദ്ദേഹത്തെ ഈ കേസിലേക്ക് മനഃപൂർവ്വം ആരോ കുടിക്കതാണ് എന്ന് വിശ്വസിച്ചിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ ഒഴിവാക്കലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. എന്നും ഞങ്ങൾ ദിലീപേട്ടന്റെ കൂടെയാണ്. ഈ കേസിൽ നീതി കിട്ടണം, അതിനാണല്ലോ 6 പേരെ ശിക്ഷിച്ചത്. ദിലീപേട്ടൻ കുറ്റക്കാരനല്ലെന്ന് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. ദിലീപേട്ടന് വേണ്ടി മാത്രമാണ് നിന്നുകൊണ്ടിരുന്നത്. ദിലീപേട്ടൻ അങ്ങനെ ചെയ്യില്ല, ഞങ്ങൾക്ക് 100% വിശ്വാസമായിരുന്നു. പിന്നെ ഞങ്ങൾ 8.5 വർഷമായിട്ടും പ്രതീക്ഷിച്ചിരുന്നു. കോടതിയിൽ വിശ്വാസം ഉണ്ടായിരുന്നു, കോടതിയിൽ സത്യം തെളിയുന്ന വിശ്വാസം ഉണ്ടായിരുന്നു. അല്ല, അപ്പൊ ദിലീപേട്ടൻ കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോ അതിജീവിതരോടൊപ്പം തന്നെയാണോ നിൽക്കുന്നത്? അതോ തീർച്ചയായിട്ടും നീതിക്കൊപ്പം തന്നെയാണ്. 6 പേര് കുറ്റക്കാരാണെന്ന് പറഞ്ഞിട്ടില്ല കോടതി, അത് അവിടെ തെളിഞ്ഞു. അത് ദിലീപേട്ടൻ നിരപരാധി ആയതുകൊണ്ടാണല്ലോ കോടതി തിരിച്ചറിഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കിയത്. 6 പേര് ഇപ്പോഴും കുറ്റക്കാരല്ലേ? 6 പേര് ഇപ്പോഴും കുറ്റക്കാരാണ്. അത് കുറ്റമല്ലാന്ന് വഴിയെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ദിലീപിന് മാത്രം ആയിരിക്കണം പ്രതി, ദിലീപിനെ മാത്രമേ ഇതിൽ ഉൾപ്പെടുത്താവൂ എന്നുള്ള നിങ്ങളുടെ അജണ്ട ഒന്നും നടന്നില്ല. സത്യം ജയിച്ചു, അത്രേ പറയാം.